കൊല്ലത്ത് നടക്കുന്ന CPM സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചാരണത്തിന് ഹൈമാസ്റ്റ് ലൈറ്റിൽ നിന്നും വൈദ്യുതി. ചിന്നക്കട ബസ്വേയിൽ സ്ഥാപിച്ച പ്രചാരണ ബോർഡിന്റെ ലൈറ്റുകൾക്കായാണ് നിയമം ലംഘിച്ച് വൈദ്യുതി എടുത്തത്. CPMന്റെ മോഷണത്തിനെതിരെ യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധിച്ചതിനെ തുടർന്ന് താൽക്കാലിക നടപടിയുമായി KCB രംഗത്തെത്തി. മനോജ് ഒപ്പം ചേരുന്നു. മനോജ്, പ്രതിഷേധിച്ചില്ലെങ്കിൽ അതങ്ങനെ തുടരട്ടെ, കാരണം സർക്കാർ ഞങ്ങളുടേതാണല്ലോ, സർക്കാരിനെ നയിക്കുന്ന പാർട്ടി ഞങ്ങളുടേതാണല്ലോ. തീർച്ചയായും കൃഷ്ണരാജ്, അധിക വൈദ്യുതി ചാർജിലൊക്കെ പൊതുജനങ്ങൾ വീർപ്പുമുട്ടുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ പരസ്യമായി തന്നെ ഒരു നിയമലംഘനം നടന്നിരിക്കുന്നത്. അതായത് കൊല്ലത്ത് ഈ മാർച്ച് 6-ാം തീയതി മുതൽ നടക്കുന്ന CPMന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ആ പ്രചരണത്തിന്റെ ഭാഗമായുള്ള ബോർഡുകൾ ഈ പലയിടത്തും സ്ഥാപിച്ചിട്ടുണ്ട്. ഈ നഗരത്തിലെ തന്നെ പല റോഡുകളിലും ഈ ഒരു ഫ്ലെക്സ് ബോർഡുകളൊക്കെ കാണാൻ സാധിക്കും. എന്നാൽ ഇതിന് പ്രകാശം പകരുവാനായി ലൈറ്റുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഈ വൈദ്യുതി കണക്ഷനൊക്കെ എവിടെ നിന്ന് എടുത്തിട്ടുണ്ട് എന്നുള്ള സംശയത്തിന്റെ പുറത്താണ് യുവമോർച്ച പ്രവർത്തകർ ഇത്തരത്തിലൊരു പരിശോധന നടത്തിയത്. തുടർന്നാണ് ഈ ചെന്നക്കട ബസ് വേക്ക് സമീപമായി സ്ഥാപിച്ചിട്ടുള്ള ഈ ഒരു ബോർഡ്, ഈ ബോർഡിന് സമീപത്തായി ഒരു ഹൈമാസ്ക് ലൈറ്റ് ഉണ്ട്. ഈ ഹൈമാസ്ക് ലൈറ്റിൽ നിന്നുമാണ് അനധികൃതമായി വൈദ്യുതി എടുത്തിരിക്കുന്നത് ഈ ലൈറ്റിന് വേണ്ടിയിട്ട്. അത്തരത്തിൽ തൊട്ടടുത്തുള്ള ഹൈമാസ്ക് ലൈറ്റിൽ നിന്നും നിയമം ലംഘിച്ചുകൊണ്ട് CPM പ്രവർത്തകർ ഇത്തരത്തിൽ വൈദ്യുതി മോഷ്ടിച്ചിരിക്കുന്നു എന്ന് വേണം തന്നെ പറയാൻ. എന്നാൽ ഇതിനെ തുടർന്ന് മറ്റ് നടപടിയൊന്നും ആദ്യഘട്ടത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. തുടർന്ന് യുവമോർച്ച പ്രവർത്തകർ KCB ഓഫീസിലേക്ക് എത്തുകയും പരാതി നൽകുകയും അവിടെ ഉണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിക്കുകയും ചെയ്തു. തുടർന്നാണ് ഇത്തരത്തിലൊരു താൽക്കാലികമായെങ്കിലും ഒരു നടപടിയിലേക്ക് നീങ്ങിയത്. എന്തായാലും ഈ ഒരു ഹൈമാസ്ക് ലൈറ്റ് അത് അവിടെയുള്ള പൊതുജനങ്ങൾക്ക് പ്രകാശത്തിന് വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ അതിൽ നിന്നും വൈദ്യുതി എടുത്ത് CPMന്റെ സമ്മേളനത്തിന്റെ പ്രചാരണം നടത്തുകയാണ്. ഇത്തരത്തിൽ കോർപ്പറേഷന്റെയും അതോടൊപ്പം തന്നെ ഈ വൈദ്യുതി ഉദ്യോഗസ്ഥരുടെയും പിന്തുണയോടെയാണ് ഇത്തരത്തിലൊരു കാര്യം നടന്നിരിക്കുന്നതെന്നാണ് യുവമോർച്ച ആരോപിക്കുന്നത്. കാരണം അങ്ങനെ ഒരു നിയമം ലംഘനം ഉണ്ടായെങ്കിൽ ഇത്രയും ദിവസമായും ഒരു നടപടിയും ഇവർ സ്വീകരിച്ചിരുന്നില്ല. പിന്നാലെ പ്രതിഷേധത്തെ തുടർന്നാണ് ഇങ്ങനൊരു നടപടി സ്വീകരിച്ചത്. ഇപ്പോൾ ഈ സ്ഥലത്ത് ഈ KCBയുടെ തന്നെ വിജിലൻസ് വിഭാഗം എത്തി പരിശോധന നടത്തുകയും തുടർന്ന് അത് താൽക്കാലികമായി എടുത്ത് മാറ്റുകയുമാണ് ചെയ്തത്. ഇതിൽ കൃത്യമായുള്ള നടപടി ഉണ്ടാകണമെന്നാണ് യുവമോർച്ച പ്രവർത്തകരടക്കം ആവശ്യം ഉന്നയിക്കുന്നത്. കാരണം പലയിടത്തും ഇത്തരത്തിലുള്ള ബോർഡുകളുണ്ട്. ഇതൊക്കെ എവിടെ നിന്നാണ് വൈദ്യുതി എടുത്തിട്ടുള്ളത് എന്നത് പരിശോധിക്കണം. അതിൽ കൃത്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകണം. അതിൽ തന്നെ ഈ വൈദ്യുതി ഉദ്യോഗസ്ഥർ, അതായത് KCBയിലെ ഏതെങ്കിലും ജീവനക്കാരോ ഉദ്യോഗസ്ഥരോ ഇതിനെ പിന്തുണ നൽകിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. അതോടൊപ്പം തന്നെ ഇത് കോർപ്പറേഷന്റെ പരിധിയിലാണ് വരുന്നത്. അതും കോർപ്പറേഷനിലെ ആരെങ്കിലും ഇതിന് പിന്തുണ നൽകിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം. എന്തായാലും CPMനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇടതു ഭരണം നിലനിൽക്കുന്ന കാലത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ KCB ആയാലും അല്ലെങ്കിൽ ഏത് മേഖല എടുത്താലും അധിക ചാർജ് ഈടാക്കിക്കൊണ്ട് പൊതുജനങ്ങളൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു സംസ്ഥാന സമ്മേളനം നടത്തുവാൻ വേണ്ടി ഈ പൊതുജനങ്ങൾ അടയ്ക്കുന്ന അല്ലെങ്കിൽ നികുതിയിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളിൽ നിന്നുമൊക്കെ ഇത്തരത്തിലൊരു നിയമലംഘനം അനധികൃതമായൊക്കെ വൈദ്യുതി എടുത്തിരിക്കുന്നത്. എന്തായാലും ഇതിൽ കൃത്യമായിട്ടൊരു നടപടി ഉണ്ടാകണമെന്നാണ് യുവമോർച്ചയുടെ ആവശ്യം. അതോടൊപ്പം തന്നെ ഈ പലയിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകളിൽ വൈദ്യുതി എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത് എന്നതിനെ പറ്റിയുള്ള പരിശോധന നടത്തണം. കൃത്യമായും KCBയുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകണമെന്നുള്ളതാണ് ആവശ്യം. കൃഷ്ണരാജ്.